മന്ത്രിമാറ്റ ചർച്ചകൾ ഒക്കെ തന്നെ NCPയിലെ മന്ത്രിമാറ്റ ചർച്ചകളൊക്കെ തന്നെ അനിശ്ചിതത്വത്തിൽ നിൽക്കുന്ന ഒരവസ്ഥയാണ്. തോമസ് ശരത് പവാറിനെ കാണുന്നതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിലേക്ക് പോവുകയും ഇന്ന് പുലർച്ചെ അദ്ദേഹം നാട്ടിലേക്ക് തിരികെ എത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ നമുക്കറിയാം ഈ ഒരു സംഭവം എന്ന് പറയുന്നത് NCPയിലെ മന്ത്രിമാറ്റം എന്ന് പറയുന്നത് ഒരു വലിയൊരു അനിശ്ചിതത്തിലേക്ക് തന്നെ കടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് വന്നതോടെയാണ് ഇക്കാര്യം നീണ്ടുപോയത്. ഇല്ലെങ്കിൽ ഇതിനു മുൻപ് തന്നെ മന്ത്രിമാറ്റം ഉണ്ടാകും എന്നൊക്കെയാണ് നേരത്തെ AK ശശീന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടു പറഞ്ഞത്. തോമസ് മന്ത്രിയാക്കുന്നതിൽ തനിക്ക് അതൃപ്തിയില്ല എന്ന് പറയുന്നുണ്ട്. തൻ്റെ മന്ത്രിസ്ഥാനം അതിന് ഒരു തടസ്സവുമാകില്ല. ഒപ്പം തന്നെ പ്രശാന്ത് ലൈനിലുണ്ട്. പ്രശാന്ത്, മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നുണ്ട് തോമസ് മന്ത്രിയാകുന്നതിൽ തനിക്ക് അതൃപ്തിയൊന്നുമില്ല എന്ന്. അപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ നടന്ന ചർച്ചയുടെ വിവരങ്ങളൊന്നും തനിക്ക് അറിയില്ല, തന്നെ അറിയിക്കാതെയാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ നടന്നതെന്ന്. ഈ അനിശ്ചിതത്വം എന്ന് തീരും എന്നാണ് നോക്കിക്കാണേണ്ടത്. ഈ ശരത് പവാറുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഡൽഹിയിലേക്ക് പോയ തോമസ് തിരികെ നാട്ടിലെത്തുകയും ചെയ്തിട്ടുണ്ടല്ലോ. രജനി, പരസ്യമായൊരു എതിർപ്പ് ശശീന്ദ്രൻ പ്രകടിപ്പിക്കുന്നില്ലെങ്കിൽ പോലും തോമസ് മന്ത്രിയാകുന്നതിൽ തനിക്ക് അതൃപ്തി ഇല്ല എന്ന് പരസ്യമായി പറയുമ്പോൾ പോലും, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയുമ്പോൾ പോലും ഈ വിഷയം ചർച്ചയാക്കിയതിൽ അതൃപ്തി അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ ഈ മന്ത്രിമാറ്റ സംബന്ധവുമായി ബന്ധപ്പെട്ട മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു പരസ്യ ചർച്ച ഉണ്ടായത്, അത് കേരളത്തിൽ തന്നെ ഇത്തരത്തിലൊരു പരസ്യ ചർച്ചയ്ക്ക് ഇടയാക്കിയതിൽ ഉള്ളൊരു അതൃപ്തി അത് AK ശശീന്ദ്രൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ ഈ ഈ വിഷയം ഇങ്ങനെ ചർച്ചയാക്കിയതിൽ ഉള്ളൊരു എതിർപ്പ് അദ്ദേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന് അദ്ദേഹം പറയുന്നത് ഈ വിഷയം ചർച്ചയാക്കിയതിൽ അല്ലെങ്കിൽ തോമസ് മന്ത്രിയാകുന്നതിൽ തനിക്ക് എതിർപ്പില്ല, അത്തരത്തിലുള്ള ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് പറയുമ്പോൾ പോലും അങ്ങനെ ഒരു മന്ത്രിസ്ഥാനം അല്ലെങ്കിൽ ആകുന്നതിൽ തനിക്ക് തടസ്സമില്ല, അല്ലെങ്കിൽ തൻ്റെ മന്ത്രിസ്ഥാനം അതിനൊരു തടസ്സമാകില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിൽ ശശീന്ദ്രന് ഒരു എതിർപ്പുണ്ട്, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു എതിർപ്പുണ്ട് എന്ന് നമുക്ക് വ്യക്തമായിട്ട് അദ്ദേഹത്തിന്റെ വാക്കുകളിലൂടെ തന്നെ വായിച്ചെടുക്കാനും കഴിയും. മറ്റൊന്ന് അദ്ദേഹം പറഞ്ഞൊരു വിഷയം എന്ന് പറയുന്നത്, അതായത് ഈ മുഖ്യമന്ത്രിക്ക് ഇഷ്ടമല്ലെങ്കിൽ എങ്ങനെ കാര്യങ്ങൾ നടക്കും എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നത്. അതായത് ഈ തോമസ് മന്ത്രിയാകുന്നതിൽ തൻ്റെ മന്ത്രിസ്ഥാനം തടസ്സമല്ല എന്ന് പറയുമ്പോൾ പോലും മറ്റ് മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ അഭിപ്രായങ്ങൾ കൂടി തേടണമെന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി പറയുന്നുണ്ടായിരുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം ഇതിനകത്തൊരു പ്രധാനമാണ്. കാരണം ഈ വിഷയത്തിൽ ഇത്രയും നാൾ ഈ ചർച്ചകൾ നടക്കുമ്പോഴും, അല്ലെങ്കിൽ NCPയിൽ മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട ഈ തോമസും അതുപോലെ തന്നെ ഈ ശശീന്ദ്രനുമായുള്ള തർക്കങ്ങൾ നടക്കുമ്പോഴും ശശീന്ദ്രനെ സംരക്ഷിച്ചു നിർത്തുന്നത് മുഖ്യമന്ത്രിയാണെന്ന് ഏവർക്കും അറിയാവുന്ന കാര്യം കൂടിയാണ്. കാരണം മന്ത്രിസ്ഥാനത്ത് നിന്നും ശശീന്ദ്രൻ മാറുന്നതിൽ മുഖ്യമന്ത്രിക്ക് അതൃപ്തിയുണ്ട് എന്ന കാര്യം പകൽ പോലെ വ്യക്തവുമാണ്. അതുകൂടിയാണ് ഈ വിഷയത്തോടു കൂടി ചേർത്തുകൊണ്ട് തോമസ് പറയുന്നത്. അതായത് ഇതിൽ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ, അതായത് കഴിഞ്ഞ ദിവസം തോമസ് ഡൽഹിയിലെത്തി NCPയുടെ ദേശീയ അധ്യക്ഷൻ ശരത് പവാറുമായി ഒരു കൂടിക്കാഴ്ചയും നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രകാശ് കാരാട്ടും ശരത് പവാറിന്റെ വസതിയിലേക്ക് എത്തുകയും കൂടിക്കാഴ്ച നടത്തുകയൊക്കെ ചെയ്തിരുന്നു. അങ്ങനെ ഒരു സാഹചര്യം കൂടി നിലനിൽക്കുകയും ചെയ്തു. അതുകൂടി ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ശശീന്ദ്രൻ പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ തന്റെ മന്ത്രിസ്ഥാനം തടസ്സമായില്ലെങ്കിൽ പോലും ഇത്തരം സമീപനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരസ്യ പ്രസ്താവനകളൊന്നും ആശാസ്യകരമല്ല എന്നടക്കം പറയുമ്പോഴും ഈ നിലവിൽ അങ്ങനെ ഒരു രാജി വെക്കേണ്ട ആവശ്യം തനിക്കില്ല എന്നുള്ളൊരു കാര്യം കൂടി ശശീന്ദ്രൻ പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ താൻ രാജിവെച്ചുകൊണ്ട് പോകേണ്ട ആവശ്യമില്ല, അത് മുഖ്യമന്ത്രിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണ് എന്ന നിലയിലേക്ക് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും NCPയിലെ തർക്കങ്ങൾ ഒരിക്കൽ കൂടി ശരി, എന്തായാലും അതൃപ്തി ഇല്ല എന്ന് പറയുമ്പോഴും മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അതൃപ്തി പ്രകടമാക്കുക തന്നെയാണ് മന്ത്രി AK ശശീന്ദ്രൻ. അതാണ് നമ്മൾ അല്പസമയത്തിന് മുൻപ് കണ്ടത്.